2014 മുതലാണ് കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവ് ബാങ്ക് ഈ മികച്ച ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിനുള്ള അവാർഡ് മലബാർ മേഖലയിൽ നൽകുന്നത് ആരംഭിച്ചത്. ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് എന്ന പേരിൽ 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് നമ്മൾ നൽകുന്നത്. ഇത്തവണ അത് ലഭിച്ചിരിക്കുന്നത് മുതലമണ വെസ്റ്റ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിനാണ്. അതിൻ്റെ പ്രസിഡൻറ്റും ഡയറക്ടർ ബോർഡിലുള്ള എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ അവരെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ സംഘം കണ്ടിട്ടുള്ളതാണ്. വളരെ ഗ്രാമപ്രദേശമാണത്. സാധാരണ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരിടം. അവിടെ കോവിഡ് കാലത്തും അവർ പിടിച്ചു നിന്നത് ആ സംഘം, നമുക്കറിയാം സഹകരണ സംഘത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പിടിച്ചു നിൽക്കുന്നതിനായി. എന്നാലും ആ സംഘം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് കർഷകർ കൂടുതൽ ഉള്ളത് ഒരു സ്ഥലമായതുകൊണ്ടാണ്, ക്ഷീര കർഷകരുള്ളത് കാരണം കൊണ്ട് തന്നെയാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴും സാധിക്കുന്നു എന്നതാണ് ആ സംഘത്തിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് അവരെ അവാർഡിന് അർഹരാക്കിയത്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഒരു സഹകരണ പ്രസ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന് തെളിയിച്ചു നൽകിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിട്ട് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ അഡ്വാൻസ് നൽകിയിട്ടുള്ള ബാങ്കുകളായി മാറാൻ സാധിച്ചിട്ടുള്ള വളരെ അപൂർവം ബാങ്കുകളിൽ ഒന്നാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന്, എന്തിനാണ് ഇത്, ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ആരംഭിച്ചിട്ടുള്ളത്, സഹകരണ പ്രസ്ഥാനം തന്നെ എന്താണ്? ഇന്നിപ്പം ഈ സഹകരണ പ്രസ്ഥാനം ഇല്ലാത്തൊരു മേഖലയില്ല എന്നുള്ളത് അവസ്ഥ. സകല മേഖലയിലേക്കും കടന്നു വന്നിട്ടില്ല. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലതിൽ നിന്നും, പല ചൂഷണങ്ങളിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അതുകൂടിയല്ല, സാമൂഹ്യമായുള്ള ഒരു ഉത്തരവാദിത്വം ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ ഡോക്ടർ വർഗീസ് കുര്യനെ അറിയാത്ത ആരും ഒരു മലയാളി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ തന്നെ എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നൽകുന്ന അവാർഡ് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു പഴയ കാലത്തെ ഓർമ്മിച്ചാൽ നമുക്കറിയാം, ഈ നെൽകൃഷി അതൊക്കെ ഉണ്ടാക്കുന്നവർ മാത്രമാണ് ഇത് എന്ന് തോന്നുന്നു. ക്ഷീര കർഷകൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഗ്രാമീണ മേഖലയിൽ ഒട്ടനവധി പേർ ജീവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്. ഒരു പശുവെങ്കിലും ഇല്ലാത്ത വീടുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നഗരങ്ങൾ, നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കിപ്പോൾ ഒരു പശുവിനെ പോറ്റാന്നുള്ളൊരു ചെറിയ കാര്യമല്ല. നടക്കുന്ന വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമുള്ളൂ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആളുകൾ പരാതിപ്പെടും. ഞാൻ മേയറാകുമ്പോൾ തന്നെ ഒട്ടേറെ പരാതികൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അത്യാവശ്യം പശുവിനെ വളർത്തുന്നത്, കാരണം ചാണം മണക്കുന്നു, കൊതുവിൻ്റെ ഉപദ്രവമുണ്ട്, പിന്നെ വെള്ളം ഒഴിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, സത്യം പറഞ്ഞ ഒരു കുടുംബം ജീവിക്കുന്നത് അതിലൂടെയാണ്. ആ ഭാഗം പലപ്പോഴും ആളുകൾ ആലോചിക്കില്ല. അവരവരുടെ സൗകര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി നിന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ഈ പാല കുടിക്കുന്നത്, ചായ കുടിക്കുന്നതൊക്കെ. എന്തിൻ്റെ സത്യത്തിൽ പറഞ്ഞാൽ ഈ ഡോക്ടർ വർഗീസ് കുര്യനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഒരു എഞ്ചിനീയറായിട്ടുള്ള, ശരിക്കും അദ്ദേഹം ഇതിന് ഇറങ്ങി തിരിച്ച ഒരാളല്ല ശരിക്കും. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നൊരു ഉണ്ണേട്ടൻ, ഞാനൊക്കെ പറയുന്നൊരു നിയോഗമുണ്ട്. കാരണം നമ്മളെന്താവണമെന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ ആയിക്കൊള്ളുന്നില്ല, അത് വേറൊരു തരത്തിലായിരിക്കും. ഞാനൊക്കെ അങ്ങനെ എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ ആഗ്രഹിച്ചതല്ല സത്യത്തിൽ. പക്ഷേ എൻ്റെ യോഗ ഇതാണെന്നൊക്കെ പറയില്ല നമ്മൾ, അത് ആർക്കും മാറ്റാൻ പറ്റില്ല. ആ നിയോഗത്തിലൂടെ വന്നൊരാളാണ്. കോഴിക്കോട്ടുകാരാണ് ശരിക്കും അദ്ദേഹം. ഇവിടെയാണ് ജനിച്ചത്. ഈ 4-ാം ഗേറ്റിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സിവിൽ സർജനാണ്. പല സ്ഥലത്തും മാറ്റം കിട്ടി. പക്ഷേ അദ്ദേഹം പഠിച്ചതൊക്കെ പലപ്പോഴും തമിഴ്നാട്ടിലാണ്. മദ്രാസിലെ അയാളെ കോളേജിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രിയൊക്കെ സമ്പാദിച്ചിട്ടുള്ളത്. അങ്ങനെ ജോലിക്ക് പോയി. ഒരിക്കലും അദ്ദേഹം ആഗ്രഹിക്കാത്തൊരു മേഖലയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടുന്നുണ്ട്. അത് ഞാൻ നമ്മളെപ്പോഴും പറയുന്ന നമ്മൾ നിയോഗങ്ങളാണ് ശരിക്കാത്തത്. അങ്ങനെ വളർന്നു വന്നിട്ടില്ല.
അദ്ദേഹം മിൽക്ക് മാനായിട്ട് ഇന്ത്യയുടെ 2012 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല.